തിരുവനന്തപുരം കളക്ടറേറ്റിലെ തേനീച്ച ആക്രമണത്തിന് പരിഹാരം കണ്ടെത്തി അധികൃതർ. ഇന്ന് പുലർച്ചെയോടെ എല്ലാ തേനീച്ച കൂടുകളും നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നിരവധി പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഇവിടെ നിരവധി തേനീച്ച കുത്തേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി തന്നെ യോഗം ചേർന്നിരുന്നു ഈ കളക്ടറേറ്റിനുള്ളിൽ തന്നെ. ഈ യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടായിരുന്നു, തേനീച്ചക്കൂടുകൾ നശിപ്പിച്ച് നീക്കുക എന്നുള്ളത്. ഏതായാലും ഇന്ന് പുലർച്ചെ തന്നെ തേനീച്ചക്കൂട് ഇവിടെ നിന്നും നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പെസ്റ്റ് കൺട്രോൾ വിഭാഗത്തിൻ്റെ സഹായത്തോടെയാണ് തേനീച്ചക്കൂട് ഇവിടെ നിന്ന് നീക്കം ചെയ്തത്. ഏതായാലും തേനീച്ചകളൊക്കെ ചത്തു കിടക്കുന്ന സാഹചര്യം, ഇവിടെയൊക്കെയും ചത്തു കിടക്കുകയാണ്. ഏതായാലും ഇനി തേനീച്ചയുടെ ഭയം ഈ കളക്ടറേറ്റ് ഭാഗത്തില്ല. ആർക്ക് വന്നാലും ഇനി തേനീച്ചയുടെ കുത്തേൽക്കില്ല. കഴിഞ്ഞ 2 ദിവസമായി കാര്യമായ രീതിയിൽ തേനീച്ചയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടായതിനെ തുടർന്നാണ് തേനീച്ച ആക്രമണം ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. ബോംബ് ഭീഷണി നടക്കുമ്പോൾ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ആ സമയമെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം പുറത്ത് നിർത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് നിരവധി പേർക്കാണ്, 20-ലധികം പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. 7 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 30-ലധികം കുത്തേറ്റ ആളുകൾ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആർക്കും ഒന്നും ആപത്തുണ്ടായിട്ടില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ തേനീച്ചക്കൂട് നീക്കം ചെയ്തതോടെ തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ തേനീച്ചക്കൂട് ഉണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. ഏതായാലും അത് പൂർണ്ണമായി നീക്കം ചെയ്തിരിക്കുകയാണ്. ഇനി അത്തരത്തിലുള്ള ഒരു ആപത്തുണ്ടാകില്ല എന്ന് ഉറപ്പ് വന്നിരിക്കുകയാണ്.